നമസ്കാരം. DQവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കർ എന്ന സിനിമ വിജയകരമായിട്ട് തിയേറ്ററുകളിൽ 16 ദിവസങ്ങൾ പിന്നിടുകയാണ് ഇന്ന്. കൃത്യമായി പറഞ്ഞാൽ ചിത്രത്തിന്റെ മൂന്നാം വെള്ളിയാഴ്ചയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലക്കി ഭാസ്കറിന്റെ ടിക്കറ്റ് ബുക്കിംഗ് കത്തിപ്പടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതും സൂര്യയുടെ വൻപൻ ചിത്രമായ കങ്കുവ ഇന്നലെ റിലീസ് ചെയ്തിട്ട് പോലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലക്കി ഭാസ്കറിന് മികച്ച ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചെന്നൈ സിറ്റിയിൽ ലക്കി ഭാസ്കർ കളിക്കാൻ പോകുന്ന നാളത്തെ ഷോകളുടെ എണ്ണത്തിൽ 41 ഓറഞ്ച് അലേർട്ട് ഷോകളാണ് ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അത്രയും മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന്റെ 17ാം ദിവസമായ നാളെ കാണാൻ സാധിക്കുന്നത് ചെന്നൈയിൽ മാത്രം. ഇന്ന് 6 മണി വരെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 121 ഷോകൾ ലക്കി ഭാസ്കർ കളിച്ചപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയാണ് ട്രാക്കഡ് കളക്ഷനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം 15 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ലക്കി ഭാസ്കർ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് 18,35 ലക്ഷം രൂപയാണ്. ചിത്രം ഉടൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തോടെ ആ ഒരു കളക്ഷൻ 19 കോടി പിന്നിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 151 മുകളിലുള്ള തിയേറ്ററുകളിലാണ് ലക്കി ഭാസ്കർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു അന്യഭാഷാ ചിത്രമായിട്ട് പോലും മൂന്നാം വാരത്തിലും കേരളത്തിൽ മികച്ച തിയേറ്റർ കൗണ്ടും മികച്ച സ്ക്രീൻ കൗണ്ടും ചിത്രം നിലനിർത്തിയിട്ടുണ്ട്. ലക്കി ഭാസ്കറിന്റെ 16ാം ദിവസമായ ഇന്ന് ഈവനിംഗ് ഷോ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 3000-ൽ പരം ടിക്കറ്റുകളാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി കളക്ട് ചെയ്ത ലക്കി ഭാസ്കർ ഇനി എത്ര കോടി വരെ കളക്ട് ചെയ്യുമെന്നാണ് ആരാധകരും സിനിമാ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ലക്കി ഭാസ്കർ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഇനി എത്ര കോടി വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.